ഹലോ, അസ്സലാമലൈക്കും. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മുട്ടക്കറിയാണ്. കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ പറ്റുന്ന അധികം എരിവില്ലാത്തൊരു മുട്ടക്കറിയാണിത്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു തേങ്ങയുടെ പകുതി ചെരുവിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ, മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1/2 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. ഒട്ടും തന്നെ തേങ്ങ അതിൽ ഉണ്ടാവരുത്, നല്ല വെള്ളം പോലെ അരച്ചെടുക്കണം. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് മറ്റു ചേരുവകൾ: ഒരു ചെറിയ തക്കാളി, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് നടുവെ കീറിയത്, ഇത്രയും മതി. ഒരു പരന്ന പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില, പച്ചമുളക്, തക്കാളി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിയൊന്നും വേണ്ട. ഇതിൽ പരന്ന പാത്രമായിരിക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പരന്ന പാത്രം എടുക്കുന്നത് മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുമ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഇതൊന്ന് ചെറുതായി ഒന്ന് തിളച്ച് വരണം. ഒരു സൈഡിൽ നിന്നെല്ലാം തിളച്ച് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ഓരോ മുട്ട വീതം പൊട്ടിച്ചൊഴിക്കാം. മീഡിയം തീ വെച്ച് വേവിച്ചെടുക്കണം. ഒരു മുട്ട ഒരു സൈഡ് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം രണ്ടാമത്തെ മുട്ട ഒരു സൈഡ് പൊട്ടിച്ചൊഴിച്ചാൽ മതി. ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട, പൊട്ടിച്ചൊഴിക്കണ്ട. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അടച്ച് വെക്കുന്നത് മുട്ട വേവാൻ വേണ്ടിയാണ്. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ഇതേപോലെ സ്പൂൺ കൊണ്ട് മുട്ടയുടെ മുകളിലായിട്ട് തേങ്ങയുടെ മിക്സ് ഒന്ന് ആക്കി കൊടുക്കണം. അത് മുട്ടയുടെ മഞ്ഞ വേവാൻ വേണ്ടിയാണ്. അതിനുശേഷം ഇതൊരു 10 മിനിറ്റ് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം. നന്നായി മുട്ട വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും ഗ്രേവി വേണം. നല്ല ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും പത്തിരിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റുന്ന അടിപൊളി കറിയാണിത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, കുട്ടികൾക്കും എല്ലാം കൊടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അധികം എരിവും അധികം പൊടികളൊന്നും ഇല്ല ഇതിന്. ഇനി തീ ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു റെസിപ്പീസുമായി വരുന്നത്. ബൈ.